വീട്ടിലേക്കോ? എവിടെയുണ്ട് നിന്റെ പുതിയ വീട്? അതവിടെ ഉണ്ട്. എനിക്ക് പുതിയ വീട് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പഴയ വീട്ടിലേക്ക് പോവാൻ പോകുക. എന്റെ പഴയ വീട്ടിലേക്ക് എങ്ങനെ പോകണമെന്ന് എനിക്ക് വഴി അറിയില്ല. നിനക്കറിയോ എന്റെ പഴയ വീട്ടിലേക്ക് പോവാനുള്ള വഴി? നിന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കെങ്ങനെ അറിയും? നിനക്കും അറിയില്ലേ? എനിക്കും അറിയില്ല. അപ്പൊ എങ്ങനെ ഞാൻ എന്റെ പഴയ വീട്ടിൽ പോവും? അതിന് നീ ഇവിടെ ഒറ്റയ്ക്കാണോ വന്നത്? ഇല്ല, എന്റെ അച്ഛനും അമ്മയും കൂടെ വന്നതാ. അപ്പോ അവരെവിടെ? അവരുടെ പുതിയ വീട്ടിലുണ്ട്. എനിക്ക് പുതിയ വീട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പഴയ വീട്ടിൽ പോകണം. ശരി, പക്ഷെ എനിക്ക് പഴയ വീട്ടിൽ പോകാനുള്ള വഴി അറിയില്ലല്ലോ. നിന്റെ അച്ഛമ്മയ്ക്കല്ല പഴയ വീട്ടിൽ പോകാനുള്ള വഴി അറിയും. എന്നാ നീ പോയി നിന്റെ അച്ഛമ്മയെ കൊണ്ട് പഴയ വീട്ടിൽ പോകാനുള്ള വഴി ചോദിച്ചിട്ട് എന്നിട്ട് നീ പഴയ വീട്ടിൽ പൊക്കോ. അതെ, നീ പറയുന്നത് ശരിയാ. അച്ഛമ്മയ്ക്ക് മാത്രം തന്നെ പഴയ വീട്ടിൽ പോകാനും വഴി അറിയുള്ളൂ. ഞാൻ അമ്മയച്ചെ കൊണ്ട് ചോദിച്ചിട്ട് എന്നിട്ട് ഞാൻ പഴയ വീട്ടിൽ പോവും. ശരി, എന്നാ നീ അത് നിന്റെ വീട്ടിൽ പൊക്കോ. ശരി, നിന്റെ പേരെന്താ? എന്റെ പേര് കുമ്പിളി. കുമ്പിളിയോ? അതെ, എന്നെ വീട്ടിലെ എന്റെ അച്ഛമ്മ എന്നെ കുമ്പിളിന്ന് വിളിക്ക. അതെയോ? ശരി, എന്നാ ഞാനും നിന്നെ കുമ്പിളിന്ന് വിളിച്ചോളാം. ശരി, എന്നാ ഞാൻ നിന്നെ അമ്പിളിന്ന് വിളിച്ചോളാം. അമ്പിളിന്നോ? അതിനെന്റെ പേര് റിയാന്ന. അത് കുഴപ്പമില്ല, എനിക്ക് നിന്നെ അമ്പിളിന്ന് വിളിക്കാൻ തോന്നി. ഞാൻ നിന്നെ അമ്പിളിന്ന് വിളിച്ചോളാട്ടോ. ശരി, ഞാനേ എന്റെ അച്ഛമ്മയെ കൊണ്ട് പഴയ വീട്ടിക്ക് എങ്ങനെ പോണെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ എന്റെ പഴയ വീട്ടിൽ പോവും. അതിന്റെ ശേഷം നിന്നെ കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ നീ എങ്ങനെ എന്നെ വിളിക്കും? ശരി, നീ നിന്റെ അച്ഛമ്മയെ കൊണ്ട് ചോദിച്ചിട്ട് പഴയ വീട്ടിൽ പൊക്കോ. നീ പോണതിന്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ കണ്ട അപ്പൊ ഞാൻ നിന്നെ അമ്പിളിന്ന് വിളിച്ചോളാം. ശരി കുമ്പിളി, എന്നാ ഞാന് അച്ഛമ്മയെ കൊണ്ട് പോയി ചോദിക്കട്ടെ. ഞാൻ പോയിട്ട് വരാ. ബൈ. ശരി അമ്പിളി, ബൈ. ഉമ്പ വരുന്നു ഓടിക്കോ. ഉമ്പ വരുന്നു ഓടിക്കോ. ശിവേട്ടാ, റിയ എവിടെ? അവളിവിടെ പുറത്തല്ലേ വന്നത്? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. എവിടെ പോയിട്ടുണ്ടാവും? അതെ, ഇവിടെ അവള് പുറത്തല്ലേ വന്നത്. ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, കാണുന്നില്ലല്ലോ. അമ്മൂസേ, റിയ, നീ എവിടെ പോയതാ? ഇങ്ങോട്ട് വാ. അമ്മൂസേ. അയ്യോ ശിവ, അമ്മൂസ് എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇവിടെ ഏത് സ്ഥലവും അവൾക്ക് അറിയൂല്ല. ഇനിയിപ്പോ എവിടെ പോയിന്ന് അറിയില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു ശിവ. ഐശു, നീ പേടിക്കണ്ട. അവളിവിടെ എങ്ങോട്ട് പോവാനാ? ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. നിക്ക് നോക്കാം. റിയ, നീ എവിടെയാ പോയത്? ഞങ്ങൾ രണ്ടുപേരും നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ തേടിയുമായിരുന്നു. അമ്മൂസേ, ഇത് പുതിയ സ്ഥലവാ. അച്ഛൻ്റെ അടുത്തും അമ്മന്റെ അടുത്തും പറയാതെ എങ്ങോട്ട് പോവാൻ പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നീ എങ്ങോട്ടാ പോയത്? എന്ത്? പഴയ വീട് തെരഞ്ഞു പോയതാ? അമ്മൂസേ, അതിന് നമ്മുടെ പഴയ വീട് ഇവിടെ അല്ലല്ലോ. അയ്യോ റിയ, പഴയ വീടൊന്നും ഇവിടെ ഇല്ല. നീ എങ്ങോട്ടാ തെരഞ്ഞു പോയത്? ഇവിടെ നോക്ക്, നമ്മൾ ഇവിടെ പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുക. ഇനി ഇതാണ് നമ്മുടെ വീട്. അമ്മൂസേ, ഇതുപോലെ അച്ഛൻ്റെ അടുത്തും അമ്മന്റെ അടുത്തും പറയാതെ ഇങ്ങനെ പുറത്തെ എവിടെയും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ആരെങ്കിലും വന്ന് പിടിച്ചുകൊണ്ട് പോകും. അതെ, അച്ഛൻ്റെ അടുത്തും അമ്മന്റെ അടുത്തും പറയാതെ ഇങ്ങനെ പുറത്ത് പോയാലേ പോക്കാണ്ടി വന്ന് പിടിച്ചിട്ട് പോകും. ഇനി ഇതുപോലെ ഞങ്ങളെ കൊണ്ട് പറയാതെ എവിടേക്കും പോകാൻ പറ്റില്ല, കേട്ടോ? ശരി അമ്മൂസേ, ശരി. ഇപ്പൊ നിനക്ക് എന്താ കുഴപ്പം? നമ്മുടെ ഈ പുതിയ വീട് നമ്മുടെ പഴയ വീട് പോലെ ഇല്ല എന്നുള്ളതല്ലേ. അച്ഛൻ നിനക്കിത് നമ്മുടെ പഴയ വീട് പോലെ മാറ്റിത്തരാം. വാ.
അയ്യോ ശിവ, എന്തോ ആരോ കണ്ടിട്ട് അച്ഛനമ്മയെ കൊണ്ടുപോയി വഴി ചോദിച്ചിട്ട് വന്ന് പറഞ്ഞത് കൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നു. അല്ലെങ്കിലോ ഇനിയിപ്പോ പഴയ വീട്ടിലേക്ക് പോകാൻ എങ്ങനെ പോണെന്ന് വഴി തപ്പി ഇനി എവിടെങ്കിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ? പിന്നെ നമ്മൾ ഇവിടെ എവിടെ പോയി തെരയും? അതേ ഇഷു, ഇനിയിപ്പോ ആര് പറഞ്ഞെന്നറിയില്ല. എന്തോ ഭാഗ്യം, അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അവൾ ഇപ്പൊ നമ്മളെ തേടി ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ ഇവളെ നമ്മൾ എവിടെ പോയി തപ്പുന്നറിയില്ല. എന്തോ ഭാഗ്യത്തിന് അവൾ തിരിച്ചു വന്നല്ലോ, അതേ മതി. അതെ ശിവ, ഇനിയിപ്പോ അവൾക്ക് ഈ വീടും ഇവിടെയുള്ള പരിസരങ്ങളൊക്കെ ഇഷ്ടപ്പെടണം. എന്നാ തന്നെ അവൾ ഇതുപോലെ പഴയ വീട് വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ടും പോവാതിരിക്കുള്ളൂ. അതൊന്നും കുഴപ്പമില്ല ഐഷു. എന്തായാലും ഇനി ഒരു 1-2 ദിവസത്തിന്റെ ഉള്ളില് അവൾക്ക് ഈ വീടും ഈ പരിസരവും ഒക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ആ ശരി ശിവ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം.